വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 12 വരെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്ത് അവന്റെ പക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിയാതെ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഈശോ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 6 വാക്യങ്ങൾ 14 മുതൽ 18 വരെ. ദൈവത്തിന്റെ ആലയം. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അതിക്രമവും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? മിശിഹായ്ക്ക് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരിയാണുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. എന്തെന്നാൽ ദൈവം അരുൾ ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വരികയും വേർപിരിയുകയും ചെയ്യുവനെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു.